തെറ്റാര് ചെയ്താലും അവര് ശിക്ഷിക്കപ്പെടണം. ആ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധക. സർ, ചരിത്രം ചരിത്രമായിട്ട് തന്നെ നിൽക്കും. ചരിത്ര പുസ്തകത്തില് സാറിന്റെ പ്രൊഫൈൽ എഴുതി ചേർക്കുന്നത് കള്ളനെന്നായിരിക്കും. ചേട്ടാ, അടുത്ത ഇലക്ഷൻ വരെ അല്ലേ ഏട്ടാ? അതെ, ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചേ. ചേട്ടാ, ഈ കേസിങ്ങനെ നിൽക്കുമ്പോഴേ ചേട്ടന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ? മത്സരിക്കാൻ എനിക്ക് കഴിയില്ല. വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു? അവനവന്റെ കരിയറും അവനവന്റെ ഇമേജും നഷ്ടപ്പെടുത്തിയത്. ആ സബ്ജക്റ്റ് വിട്ടേക്ക് ചേരാ. ചേച്ചിക്ക് വേണ്ടി അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് കൂടപ്രഭ, മനുഷ്യനാണോ? ചേട്ടാ, അങ്ങനെയല്ല. ശേഖര, അത് വേണ്ട. ചേച്ചിയുടെ കാര്യം പറഞ്ഞ് ഞാനും നീയും തമ്മിലൊരു തർക്കം വേണ്ട. വെറുതെ എന്തിനാ നമ്മുടെ മനസ്സൊക്കെ അസ്വസ്ഥമാക്കുന്നേ? മഹാദേവ വർമ്മസാറിന്റെ കാലം തൊട്ട് ആ നിയോജക മണ്ഡലം നമ്മുടെയാ. വേണം, നമ്മളെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും അവിടെ വേണം. എന്തായാലും എനിക്കും ചേച്ചിക്കും ഇനി മത്സരിക്കാൻ കഴിയില്ല. പിന്നെ നിനക്ക് മത്സരിച്ചൂടെ? എന്റെ പൊന്നേട്ടാ, ചേട്ടൻ അത് മാത്രം പറയല്ലേ. എനിക്ക് പൊളിറ്റിക്സിന്റെ ABCD അറിയില്ല. ഞാൻ അതിനൊന്നിനുമില്ല. പിന്നെ ആരാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കും? രാജുനെയോ ഋതികയോ? ചേട്ടൻ അവരോട് തന്നെ ചോദിച്ചു നോക്ക്. ചേട്ടാ, കോയമ്പത്തൂരിലെ ഫാക്ടറിയിലെ മാനേജരാ. ഞാനിതൊന്ന് എടുക്കട്ടെ. പറ ഷൺമുഖം. അത് പവിത്ര സിസ്റ്ററിന്റെ ഡയറിയല്ലേ? തുറന്നു നോക്കണം. അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. നോക്കാം. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷേ ദൈവം എനിക്കതിന് ഒരവസരം ഒരുക്കി. അദ്ദേഹത്തെ പരിചരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എനിക്ക് കോടി പുണ്യമാണെന്നറിയാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലാവും ഞാൻ അദ്ദേഹത്തെ കാണുന്നതെന്ന്. ഇതെഴുതുമ്പോൾ അദ്ദേഹത്തെ ഓർത്ത് എൻ്റെ ഹൃദയം വിങ്ങുകയാണ്. എൻ്റെ കണ്ണുനീര് എനിക്ക് അടക്കാനാവുന്നില്ല. സിസ്റ്റർ പവിത്രയ്ക്ക് എന്നോട് ഇത്രയും മാനസികമായ അടുപ്പമുണ്ടായിരുന്നു.